ദ ഓപ്പൺ മൈക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് വിഷമത്തോടെയാണ് ഈ സംസാരം തുടങ്ങുന്നത്. ഈയിടെ കേരളത്തിൽ നിന്നൊരു വാർത്ത കേട്ടു. ആഷിർ നന്ന എന്ന 9ാം ക്ലാസ്സുകാരിയുടെ മരണം. സത്യം പറഞ്ഞാൽ വല്ലാതെ വിഷമം തോന്നി, കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോൾ ആ ഒരു വികാരവും പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കാമെന്നതിനെക്കുറിച്ചുമൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. തീർച്ചയായും ആ വാർത്ത ശരിക്കും നമ്മളെല്ലാം വല്ലാതെ ഉലച്ചു കളഞ്ഞു. ഈ സെന്റ് ഡൊമിനിക് സ്കൂളിലെ സംഭവം. കുടുംബർ പറയുന്നതനുസരിച്ച് മാർക്ക് കുറഞ്ഞതിനും ക്ലാസ് മാറ്റിയേക്കുമെന്ന പേടിക്കും പുറത്താണ് ആ കുട്ടി ആ ഒരു കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയത് എന്നാണ്. അതെ, ഇതൊരു ഒറ്റപ്പെട്ട കാര്യമല്ല. നമ്മുടെ ഈ വിദ്യാഭ്യാസ രീതിയിലെ മാർക്കുകൾക്ക് കൊടുക്കുന്ന ഒരു അമിത പ്രാധാന്യം, അതിനെപ്പറ്റി നമ്മൾ ശരിക്കും ഒന്നുകൂടെ ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു. അതെ, എന്തുകൊണ്ടാണ് ഈ മാർക്കുകൾക്ക് ഇപ്പോഴും ഇത്രയധികം വില കൊടുക്കുന്നത്? ക്ലാസ് മുറികൾ ശരിക്കും മത്സരക്കളങ്ങൾ പോലെയായി അല്ലേ? ശരിയാണ്. ഒരു കുട്ടിയുടെ വില അത് കുറച്ച് നമ്പറുകളാണോ തീരുമാനിക്കേണ്ടത്? ഞാൻ ഓർക്കുന്നു, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ അടിയും വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഒരു രീതിയിൽ ഒരു പരുക്കൻ ട്രീറ്റ്മെന്റ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു മെന്റൽ പ്രഷർ അതന്നുണ്ടായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. അന്നത്തെ ആ ഒരു ശാരീരികമായ ശിക്ഷകൾ ഒരുപക്ഷെ താങ്ങാനൊരു ശേഷി കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ ഇന്ന് കുട്ടികൾ നേരിടുന്നത് പുറമേ കാണാത്ത വളരെ ആഴത്തിലുള്ളൊരു മാനസിക സമ്മർദ്ദമാണ്. ശരിയാണ്. അതെങ്ങനെ നേരിടണമെന്ന് പലപ്പോഴും അവർക്കറിയില്ല. അപ്പോൾ വിദ്യാർത്ഥികളോട് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായും. അതായത് ജീവിതത്തില്, പ്രത്യേകിച്ച് പഠനത്തില് ചില തിരിച്ചടികളൊക്കെ സ്വാഭാവികമാണ്. പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നത്, അല്ലെങ്കിൽ വിചാരിച്ച ഗ്രേഡ് കിട്ടാതെ വരുന്നത്, അതൊന്നും ലോകാവസാനമല്ല. അല്ല. അതിനെ ഒരു പേഴ്സണൽ ഫെയിലിയർ ആയിട്ട് കാണരുത്. പകരം എവിടെയാണ് തെറ്റുപറ്റിയത്, എങ്ങനെ മെച്ചപ്പെടുത്താം എന്നൊക്കെ നോക്കാനുള്ള ഒരു അവസരമായിട്ട് കാണണം. എക്സാക്ട്ലി. ഈ മാർക്കുകളെന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക സമയത്തെ നിങ്ങളുടെ ഒരു പെർഫോമൻസ്, അത്രയേ ഉള്ളൂ. അതൊരിക്കലും നിങ്ങളെ മൊത്തം കഴിവിനെയോ ഭാവിയോ അളക്കുന്ന ഒന്നല്ല. അതെ, ഇവിടെയാണ് നമ്മൾ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയുന്നത്. അതായത് തോൽവി വന്നാൽ ഞാൻ മോശം എന്ന് ചിന്തിക്കാതെ എനിക്ക് പരിശ്രമിച്ച് ഇതിലും നന്നായി ചെയ്യാൻ പറ്റും എന്ന് കാണുന്നത്. തീർച്ചയായും. പഠിത്തത്തിൽ അത്ര മിടുക്കരല്ലാതിരുന്നിട്ടും ലോകം കീഴടക്കിയ എത്രയോ പേരുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറെ നോക്കൂ, അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സ്, ബിൽ ഗേറ്റ്സ്. സ്കൂൾ വിദ്യാഭ്യാസം പോലും. അതെ. അവരുടെ പാഷനും കഠിനാധ്വാനവുമാണ് അവരെ വലുതാക്കിയത്, അല്ലാതെ മാർക്ക് ഷീറ്റ് അല്ല. ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മറുവശം എന്താന്ന് വെച്ചാൽ, നമ്മുടെ വിദ്യാഭ്യാസ രീതികളിൽ മാറ്റം വരണം എന്നുള്ളതാണ്. ഈ ഫിൻലാൻഡിൻ്റെയൊക്കെ കാര്യം പറയാറില്ലേ? അവിടെ ചെറിയ ക്ലാസ്സുകളിലൊന്നും ഈ മാർക്കിൻ്റെ പിന്നാലെ ഓട്ടമില്ല. കുട്ടികളുടെ താൽപ്പര്യം, അവരുടെ കഴിവുകൾ, കളികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. മത്സരം കുറയ്ക്കുന്നു. പക്ഷേ ഈ മത്സരം തീരെയില്ലെങ്കിൽ കുട്ടികൾക്കൊരു ഡ്രൈവ് ഉണ്ടാവില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. നമ്മുടെ നാട്ടില് ഈ ഫിൻലാൻഡ് മോഡലൊക്കെ എത്രത്തോളം നടക്കും? മത്സരം തീരെ വേണ്ടാന്നല്ല, പക്ഷേ അത് ആരോഗ്യപരമായിരിക്കണം. കുട്ടികളെ മാനസികമായി തകർക്കുന്നൊരു സമ്മർദ്ദമായി മാറരുത്. ശരിയാണ്. ഫിൻലാൻഡ് മോഡൽ അതേപടി ഇവിടെ പറ്റില്ലായിരിക്കാം. പക്ഷെ അവിടുത്തെ തത്വങ്ങൾ, അതായത് കുട്ടികളുടെ മാനസികാരോഗ്യം, അവരുടെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്കും സ്വീകരിക്കാവുന്നതേയുള്ളൂ. ഇതിന് ടീച്ചർമാരും വീട്ടുകാരും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതെ, തുറന്ന് സംസാരിക്കാൻ ഒരു അവസരം എപ്പോഴും വേണം. എന്തെങ്കിലും പേടിയോ ആശങ്കയോ ഉണ്ടെങ്കിൽ ടീച്ചർമാരോടോ അല്ലെങ്കിൽ വീട്ടിലോ പറയാൻ കുട്ടികൾക്ക് ധൈര്യം തോന്നണം. പലപ്പോഴും ഒരു സംസാരം കൊണ്ട് തീരുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവൂ. പിന്നെ പഠിത്തം മാത്രമല്ലല്ലോ ജീവിതം. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തണം. കളിക്കാൻ പോവാ, അല്ലെങ്കിൽ വേറെ ഹോബികൾ, അതൊക്കെ സ്ട്രെസ് കുറയ്ക്കാൻ നല്ലതാണ്. തീർച്ചയായും. സ്കൂളുകൾക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട്. നല്ല കൗൺസിലിംഗ് സൗകര്യങ്ങൾ, കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കാനൊരിടം, അതൊക്കെ എല്ലാ സ്കൂളിലും ഉണ്ടാവണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, ഒരിക്കലുമല്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളോട്, ഒരു സുഹൃത്തിനോട്, ടീച്ചറോട്, വീട്ടുകാരോട്, അല്ലെങ്കിൽ ഒരു കൗൺസിലറോടോ ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കുക. നിങ്ങളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവും. സഹായം ചോദിക്കാൻ മടിക്കരുത്. തീർച്ചയായും. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നോർക്കുക. ധൈര്യമായിരിക്കുക. സഹായം തേടുക. മുന്നോട്ടു പോകാൻ ഒരവസരം കൊടുക്കുക. ഈ ലോകത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്.
പെട്ടെന്ന് സഹായം വേണമെന്ന് തോന്നിയാൽ വിളിക്കാൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. സ്നേഹ ഇന്ത്യ ഫൗണ്ടേഷന്റെ നമ്പർ 04424640050. പിന്നെ കുട്ടികൾക്കായുള്ള ഗവൺമെന്റിന്റെ ടോൾ ഫ്രീ നമ്പർ 1098. ഇതൊക്കെ ഒന്ന് ഓർത്തുവെക്കുന്നത് നല്ലതാണ്. അപ്പോ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: മാർക്കിനപ്പുറം ഓരോ കുട്ടിക്കും ഓരോ കഴിവുണ്ട്, സാധ്യതകളുണ്ട്. ഒരു തിരിച്ചടി വന്നാൽ അത് ജീവിതത്തിന്റെ അവസാനമല്ല, പുതിയ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ ശക്തരാവാനുമുള്ള ഒരു അവസരം കൂടിയാണ്. ശരിയാണ്. ഈ ഒരു തിരിച്ചറിവ് അത് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നമ്മുടെ സിസ്റ്റത്തിനും ഉണ്ടാവണം. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള ചിന്തകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത അനുഭവങ്ങളോ ഒക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ theopenmicpodcasts@gmail.com എന്ന ഐഡിയിലേക്ക് മെയിൽ ചെയ്യുക.